സ്കോഡ ഒക്ടാവിയ VRSനകത്തുള്ള സ്കോഡ തിങ്സുകൾ പരിശോധിച്ചാലോ? ഒന്നാമതൊരു കാര്യം ക്യാരക്ടർ ലൈനാണ്. ഇതാ ശരിക്കും ക്യാരക്ടർ ലൈൻ അല്ല, ബോണറ്റ് ഓപ്പണിംഗ് ആണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് ക്യാരക്ടർ ലൈനായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡർ കാണാം. അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകുകയാണെങ്കിൽ ഇവിടെ ഒരു ടിക്കറ്റ് എഴുതി വെക്കാം. ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ മഞ്ഞ് വീഴുന്നതുകൊണ്ട് ആ ഒരു മഞ്ഞ് ഗ്ലാസ്സിൽ നിന്ന് ഒരതി കളയാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഹുക്ക് ആണ് കേട്ടോ, ഇത് പിടിച്ച് വലിക്കാനൊരു ഇതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡ്രൈവർക്ക് വേണ്ടി മാത്രം ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 5 ഡോട്ടുകൾ കാണാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുപ്പി വെച്ചിട്ട് ഡ്രൈവർക്ക് തുറക്കാനാണ്. അതായത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധ കൊടുക്കാതെ നമുക്ക് തിരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു അംബ്രല്ല കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നിർത്തി കാണിക്കണില്ല, കാരണം ഞാൻ തന്നെ മടക്കി വെക്കേണ്ടി വരും. റിയറിലേക്ക് വരുന്ന സമയത്തെ സെൻട്രൽ കൺസോളിനകത്ത് നമുക്കൊരു കപ്പ് ഹോൾഡർ കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. റിമൂവ് ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ നമുക്കൊരു മൊബൈൽ ഹോൾഡർ കാണാം. ഇനി വാഷർ ഫ്ലൂയിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റ് ഇത് തുറന്നു കഴിഞ്ഞാൽ നോക്കിയാൽ ഒരു നാളം പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും വെള്ളം ഒഴിക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കോഡ തിങ് എന്താണെന്നുള്ളത് വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യും.